ഹായ്, ജംബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ CCNA ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ CCNA ലാസ്റ്റ് നിർത്തിയത് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അത് ഏകദേശം നമ്മൾ ഒരാഴ്ചത്തോളം ഗ്യാപ്പ് വന്നു CCNAയുടെ ഒരു വീഡിയോ ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലിൽ സർവറിന്റെ വീഡിയോ ഇട്ടിരുന്നു, അതേപോലെ തന്നെ ക്ലൗഡിന്റെ വീഡിയോയും ഇട്ടിരുന്നു. അപ്പോൾ സർവറും ക്ലൗഡും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. അവിടെ ഓൾറെഡി സർവറും അതേപോലെ തന്നെ ക്ലൗഡിൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ CCNA കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്തിരുന്നു. സ്റ്റാൻഡേർഡിന് നെയിമുടും അതേപോലെ തന്നെ നമ്പേർഡും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആക്സസ് ലിസ്റ്റ് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റും ഉണ്ട്, രണ്ടാമത്തത് എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റും ഉണ്ട്. ഈ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്കോയുടെ റൂട്ടറിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ച് എന്ന് പറയും. ലെയർ 3 എന്ന് പറഞ്ഞാൽ ഈ ലെയർ എന്താന്ന് പറഞ്ഞാൽ OSI ലെയർ എന്ന് പറയും. OSI ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിലൂടെ ഡാറ്റകൾ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളത്, ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റകൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഈ OSI ലെയർ എന്ന് പറയുക. അത് 7 ലെയർ ആണുള്ളത്. അപ്പോൾ ആ 7 ലെയറിലൂടെ കടന്നിട്ട് വേണം ഒരു ഡാറ്റ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ലെയറിലും എന്ത് ഡിവൈസ് ആണ്, അവിടെ നമ്മൾ അയക്കുന്ന ഡാറ്റയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിലുള്ളത്, ഈ OSI ലെയറിലുള്ളത്. അപ്പോൾ ഈ OSI ലെയറിൽ വരുന്ന ഒരു ഡിവൈസ് ആണ് ലെയർ 3 വരുന്നതാണ് റൂട്ടർ. അതേപോലെ തന്നെ ലെയർ 3 ഉപയോഗിക്കുന്ന സ്വിച്ചും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ലെയർ പഠിക്കാം. അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ റൂട്ടറിൽ, സിസ്കോയുടെ റൂട്ടറിൽ അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ചിൽ ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ, നമ്മുടെ ആക്സസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണല്ലോ. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഈ പറയുന്ന എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇത് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സർവീസാണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് നോക്കിയപ്പോൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ചെയ്യുന്നത് സോഴ്സ് IP, നമ്മൾ ഡെസ്റ്റിനേഷൻ റൂട്ടറിലാണ് നമ്മൾ ആക്സസ് ലിസ്റ്റ് ചെയ്യുന്നത്. സോഴ്സ് IP മാത്രമേ എന്തിൽ ചെയ്യുള്ളൂ, പരിശോധിക്കുകയുള്ളൂ, ഏതിൽ? സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിൽ. എന്നാൽ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് സോഴ്സ് IPകൾ പരിശോധിക്കാൻ പറ്റും, ഡെസ്റ്റിനേഷൻ IPകൾ പരിശോധിക്കാൻ പറ്റും, അതേപോലെ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. അടുത്തൊരു പുതിയ വാക്കാണ് പ്രോട്ടോകോൾ എന്നുള്ളത്. നമ്മൾ റൂട്ടിംഗ് പഠിച്ചപ്പോൾ പ്രോട്ടോകോളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും പ്രോട്ടോകോള് നമുക്ക് നെറ്റ്വർക്കിൽ ഡാറ്റകളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റൗട്ടിംഗ് പ്രോട്ടോകോൾ ഉണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സോഴ്സ് IPനെയും നമുക്ക് പരിശോധിക്കാൻ കഴിയും, ഡെസ്റ്റിനേഷൻ IPനെയും പരിശോധിക്കാൻ കഴിയും, അതേപോലെ പ്രോട്ടോകോളുകളെ പരിശോധിക്കാനായിട്ട് കഴിയും. ഏത് പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ സോഴ്സ് പോർട്ട് നമ്പർ, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ. അപ്പോൾ പോർട്ട് നമ്പറിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം, എന്താണ് പോർട്ട് നമ്പർ എന്നുള്ളത്. നമുക്ക് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഒരു നെറ്റ്വർക്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡിന് ആകെ സോഴ്സ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ, സോഴ്സ് IPനെ, ഡെസ്റ്റിനേഷൻ IPനെ, പോർട്ട് നമ്പറിനെ, അതേപോലെ തന്നെ പ്രോട്ടോകോളുകളെ, അതേപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ, സോഴ്സ് പോർട്ട് നമ്പർ, ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ഈ പറയുന്ന എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഏറ്റവും ആക്സസ് ലിസ്റ്റിൽ ഏറ്റവും പവർഫുൾ ആയത് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിനേക്കാൾ പവർഫുൾ ആയത് ഏതാണ്? എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 3 നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്ന് HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, രണ്ടാമത്തത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ നമുക്ക് മൂന്നാമത്തത് വരുന്നത് വേറെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി നമ്മളൊരു വെബ് സെർവറിന് വെച്ചിട്ടുണ്ട്. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് നമ്മളൊരു സർവർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് സർവർ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ടല്ലോ. സർവർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ വെബ് സെർവർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കും. അപ്പോൾ വെബ് സെർവർ ഒരു കമ്പനിയിലുണ്ടെങ്കിൽ
ആ കമ്പനിയിൽ ആ ഒരു വെബ് സെർവർ നിന്നുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ആർക്ക് കിട്ടും? അതിന് സിസ്റ്റങ്ങൾക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കമ്പനിയിൽ ഇരിക്കുന്ന ഈ വെബ് സെർവർ ഇപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. ഈ HR ഡിപ്പാർട്ട്മെന്റിന് ആ വെബ് സെർവർ കിട്ടാൻ പാടില്ല എന്ന് വിചാരിക്കാം. ആ വെബ് സെർവർ മാത്രം HR ഡിപ്പാർട്ട്മെന്റിന് കിട്ടാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു വെബ് സെർവറിലെ ആ ഒരു വെബ് എന്ന് പറയുന്ന ഒരു സർവീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെല്ലാം നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റിലാണ് ഇത്തരം സർവീസുകളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് എക്സ്റ്റെൻഡഡ് നമുക്ക് സോഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പോർട്ട് നമ്പറുകൾ, ഇപ്പൊ നമുക്ക് പോർട്ട് നമ്പറിനെ ബ്ലോക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ പോർട്ട് നമ്പർ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രോട്ടോകോളിനെ കുറിച്ച് ചെറിയ ധാരണയുണ്ട്. പോർട്ട് നമ്പറിനെ കുറിച്ച് നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോർട്ട് നമ്പറിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് പോർട്ട് നമ്പർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ഒരു സർവർ, നമ്മുടെ കമ്പനിയിൽ ഒരു സർവർ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ സർവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സർവറിൽ നമുക്ക് ഒരുപാട് സർവീസുകൾ ഉണ്ടാവും. ഉദാഹരണമായിട്ട് വെബ് സെർവർ, നമ്മുടെ വെബ്സൈറ്റ് റൺ ചെയ്യിപ്പിക്കുന്ന സർവറിനെയാണ് വെബ് സെർവർ എന്ന് പറയുക. നമ്മുടെ കമ്പനിയിൽ DNS എന്ന് പറയുന്ന ഒരു സർവർ ഉണ്ടെങ്കിൽ DNS എന്ന് പറയുന്ന സർവീസ് റൺ ചെയ്യുന്ന സർവറിനെയാണ് നമ്മൾ DNS സർവർ എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ഫയൽ സെർവർ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഫയൽ സെർവർ റൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് ഫയൽ സെർവർ എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ നമ്മളെല്ലാ പീസുകൾക്കും IP കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സർവർ ഉണ്ടെങ്കിൽ ഒരു സർവറിൽ ചിലപ്പോൾ നമ്മൾ 2-3 സർവീസുകൾ ചെയ്യുന്നുണ്ടാവും. ഉദാഹരണമായിട്ട് എൻ്റെ ഓഫീസിൽ ഒരു സർവർ ഉണ്ട്. ആ സർവറിൽ തന്നെ DNS എന്ന് പറയുന്ന ഒരു സർവീസ് ചെയ്തിട്ടുണ്ട്, വെബ് സെർവർ എന്ന് പറയുന്ന ഒരു സർവീസ് ചെയ്തിട്ടുണ്ട്, DHCP എന്ന് പറയുന്ന ഒരു സർവീസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സർവറിൽ തന്നെ 3 സർവീസുകൾ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആ ഒരു സർവറിന്റെ ഒരു IP ഇല്ലേ, ആ IPനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ഈ 3 സർവീസും ആ ഒരു നെറ്റ്വർക്കിന് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിനെ ആ ഒരു സർവറിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ സർവറിന്റെ IP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ആ ഒരു സർവറിൽ റൺ ആകുന്ന ഒരു സർവീസും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കമ്പനി ഒരു സർവർ ഉണ്ടെങ്കിൽ ആ സർവറിൽ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സർവീസുകൾ റൺ ചെയ്യിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സർവീസുകൾ റൺ ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? ആ ഒരു ഒറ്റ സർവറിനെ മാത്രം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഒറ്റ സർവീസും എന്ത് ചെയ്യില്ല? കിട്ടില്ലല്ലോ. അപ്പോൾ IP അഡ്രസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പറ്റില്ല. അപ്പോൾ ഓരോ സർവീസുകൾക്കും ഓരോ നമ്പറുകൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കമ്പ്യൂട്ടറിലായിട്ടാണ് പോകുന്നത് എന്ന് അറിയിക്കാനാണ്. ഈ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ആ കമ്പ്യൂട്ടറിലെ ഏത് സർവീസിലോട്ടാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ വീടിന്റെ അഡ്രസ്സ് നമുക്ക് IP അഡ്രസ് ആയിട്ട് എടുത്തു നോക്കുക. നമ്മുടെ വീട്ടിൽ ഓരോ റൂം നമ്പർ ഉണ്ടെങ്കിൽ ആ റൂം നമ്പറുകളെ നമുക്ക് പോർട്ട് നമ്പർ ആയിട്ട് എടുക്കാം. ഇപ്പൊ വീടിനെ മൊത്തത്തിൽ തിരിച്ചറിയാൻ IP അഡ്രസ്സ്, വീട്ടിലെ ഓരോരോ റൂമുകൾ അത് ഓരോ സർവീസ് ആയിട്ട് എടുത്തു നോക്കിയേ. അപ്പോൾ ആ സർവീസുകൾ നമുക്ക് പോർട്ട് നമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ വേറൊരു നെറ്റ്വർക്കിന് നമ്മുടെ വീടിനെ മൊത്തമായിട്ടല്ല നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൻ്റെ ഒരു മുറിയിലോട്ട് മാത്രം കയറരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് പോർട്ട് നമ്പർ. ഓരോ സർവീസുകൾക്കും ഓരോരോ പോർട്ട് നമ്പറുകളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയിൽ വെബ് സെർവർ ഉണ്ട്, FTP സെർവർ ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP ഫയൽ സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക, SSH സെക്യൂർ ഷെൽ എന്ന് പറയുന്ന ഒരു സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക, DNS സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 4 സെർവർ ഉണ്ടല്ലോ. ഈ 4 സെർവറും ഒറ്റ സർവറിലാണ്, ഈ 4 സർവീസുകളും ഒറ്റ സർവറിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സർവറിനെ മൊത്തമായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആർക്കും ഇത് കിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സർവീസുകളുടെ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഇതാണ്, അങ്ങനത്തെ നമ്പറുകളെയാണ് നമ്മൾ പോർട്ട് നമ്പർ എന്ന് ഈസി ആയിട്ട് നമുക്ക് അറിഞ്ഞു വെക്കാം. അപ്പൊ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ സർവറിൽ റൺ ആവുന്ന ഓരോ സർവീസുകൾക്കും ഓരോ യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും, അതാണ് പോർട്ട് നമ്പർ.
ഇപ്പോൾ നമ്മുടെ കമ്പനി വെബ് സെർവർ ഉണ്ടെങ്കിൽ വെബ് സെർവറിന് നമ്പർ ഉണ്ട്, DNS സെർവറിന് DNS സെർവറിന് നമ്പർ ഉണ്ട്, ആ ഒരു സർവീസിന് എന്തുണ്ടാവും, ആ ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ്, അതാണ് പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സർവീസുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റിനെ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇത് എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റിന്റെ ജസ്റ്റ് ഒരു തിയറി ക്ലാസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയാം. അടുത്ത വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള OSI ലെയറിനെ കുറിച്ച് പറയും. 7 ലെയർ OSI ലെയർ. ആ OSI ലെയറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം TCP ആൻഡ് UDP എന്ന് പറയുന്ന 2 പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം മാത്രമേ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റിന്റെ ക്ലാസ് ഞാൻ എടുക്കുകയുള്ളൂ. കാരണം അതെടുത്താൽ നിങ്ങൾക്ക് ഈ പോർട്ട് നമ്പർ ഒന്നുകൂടെ ക്ലിയർ ആവുള്ളൂ. ഞാൻ ജസ്റ്റ് പോർട്ട് നമ്പർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് OSI ലെയറിനെ കുറിച്ച് കാണാം. ഇനിയിപ്പോൾ 1-2 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഡെയിലിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് എന്തായാലും സീസണൽ ക്ലാസ് ചെയ്യാം. അതിൻ്റെ അപ്പുറത്ത് അതേപോലെ സെർവറും ക്ലൗഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അപ്പുറത്തൊരു വസ്തുവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് OSI ലെയറിനെ കുറിച്ച് നോക്കാം.